Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ പഴവും ബ്രെഡും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. ചെറിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ ഒന്നെന്നെ മതിയാവും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്ത പഴമായതുകൊണ്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 കളറൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പഴുപ്പ് കൂടിയിട്ടുള്ള പഴമൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇളക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാകുമ്പോൾ ഇളക്കി വേവിച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കഷ്ണമായിട്ട് അതിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് 2 ഭാഗവും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നന്നായിട്ട് കളറൊക്കെ മാറി വെന്ത് കിട്ടിയാൽ ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് 2 ബ്രെഡാണ്. അപ്പോൾ ഈ 2 ബ്രെഡും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാനിൽ വേറെ നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലുള്ള നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ബ്രെഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും മിക്സാക്കി എടുക്കാം. മിക്സിയിൽ വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും, പെട്ടെന്ന് മിക്സായിട്ട് കിട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 3/4 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടണം. പിന്നെ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ ഒരുപാട് സമയമായിട്ട് അടിക്കരുത്, പതഞ്ഞ് പോവരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴവും അതുപോലെ തന്നെ ബ്രെഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ പൊങ്ങി കിടക്കുന്ന ഒരു ബ്രെഡും പഴമൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ താഴ്ഭാഗത്ത് ഈ ഒരു പാനിൻ്റെ താഴ്ഭാഗത്ത് അലൂമിനിയത്തിൻ്റെ പഴയ അടപ്പോ അല്ലെങ്കിൽ പഴയ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതൊരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. ഇനി ഇത് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ബ്രഷ് ആക്കിയിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട സമയത്ത് ചെറിയൊരു പണി കിട്ടി. കൈയൊന്ന് സ്ലിപ്പായിട്ട് ചെറിയൊരു ഭാഗം അതൊന്ന് കട്ടായിട്ട് താഴേക്ക് വീണ് പോയിട്ടുണ്ട്. പക്ഷേ ആ വീണത് അവിടെ വെച്ച് കൊടുത്തിട്ട് മുകൾ ഭാഗം ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ ഒരു ബാറ്റർ കുറച്ചും കൂടെ ഉണ്ടാക്കിയിട്ട് മുകൾ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മറിച്ചിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൂടോട് കൂടി താഴേക്ക് അങ്ങോട്ട് വീഴുമ്പോൾ ആ ചൂടോട് കൂടിയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ താഴേക്ക് വീണ സമയത്ത് ഒന്ന് പൊടിഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഏതായാലും വേറൊരു ബാറ്റർ മുകൾ ഭാഗത്തേക്ക് ആക്കി ഏതായാലും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മുറുക്കി പിടിച്ചിട്ട് വേണം
മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂടുള്ളതാണല്ലോ, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. എന്നാൽ കറക്റ്റായിട്ട് ഫ്ലോപ്പ് ആവാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.